തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഇന്നത്തെ പ്രതിഭാഗത്തിന്റെ വാദത്തിന് അതൊന്നും നിരർത്ഥകമായ വാദമാണ്. ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും മാത്രമുള്ളതാണ്. ഇതൊക്കെ അവർ വാദം ബന്ധപ്പെട്ട കോടതി കേട്ടതാണ്, അതെല്ലാം നിരാകരിച്ചതാണ്. അതൊക്കെ ബാലിശമായ വാദങ്ങളെന്നല്ലാണ്ട് ഇതിനൊന്നും യാതൊരു നേരത്തെ തന്നെ ഉന്നയിച്ചാണ്. അതൊക്കെ കോടതിയിൽ യാതൊരുവിധ കഴമ്പില്ലാന്ന് തെളിഞ്ഞാണ്. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിട്ടാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരിയാണെന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പം പറയുന്ന ആരോപണങ്ങൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനപരമായ കാരണവുമില്ല, അതിനുള്ള തെളിവും അവരുടെ കയ്യിലില്ല. സാഹചര്യ തെളിവുകൾ മാത്രമാണെന്നല്ലോ ഇപ്പോഴും പ്രതിഭാഗം സാഹചര്യ തെളിവുകളുമുണ്ട്, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. ഓരോ എവിഡൻസും 175ഓളം സാക്ഷികളെയും വിസ്തരിച്ചിട്ടാണ്. ഡിജിറ്റൽ എവിഡൻസ് വളരെ പ്രധാനമല്ലേ? അതെ, ആ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ FSL പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റോടുകൂടി ഹാജരാക്കിയതാണ്. അതെല്ലാം കൃത്യമായിട്ട് കോടതി പരിശോധിച്ചതിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രതിഭാഗത്തിന്റെ ഇപ്പോഴത്തുള്ള ഈ വാദത്തിന് ഒന്നും യാതൊരുവിധമായിട്ടുള്ള പ്രസക്തിയില്ല. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ക്രിമിനൽ പശ്ചാത്തലം തന്നെ ഗ്രീഷ്മയ്ക്കില്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതുകൊണ്ട് പരമാവധി ഇളവ് നൽകണം. പിന്നെ ബിരുദാനന്തര സർട്ടിഫിക്കറ്റ് അടക്കം ജഡ്ജി കൈമാറിയിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതൊന്നും ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തൊരാൾ വളരെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യം നടത്തി എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. പ്ലാനിങ്ങോടുകൂടി, കരുതലോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധിയും പ്രതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ മറ്റ് കുറ്റകൃത്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതിനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുക. മറ്റു മാർഗമൊന്നും ഇല്ലാതെയാണ് പ്രതിക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യേണ്ടി വന്നതെന്ന് കൂടി പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. അതായത് പലതവണ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. അതും പെട്ടെന്ന് ചെയ്താണ്, ആസൂത്രണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആസൂത്രണത്തിന്റെ എല്ലാ നാൾ വഴികളിലുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിന്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല, അതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും സംസാരിച്ചായിട്ട് യാതൊരുവിധ തെളിവുമില്ല. ഷാരോണിന്റെ കുടുംബമായിട്ടോ അവരുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ ഈ പ്രതിയുടെ കുടുംബത്തിലെ അംഗങ്ങളാരുമായിട്ടോ സാമൂഹ്യ പ്രവർത്തകരുമായിട്ടോ ചോദ്യം ചെയ്യലിലാണല്ലോ അവസാനം സമ്മതിക്കുന്നത്. അത് ഏത് ഘട്ടത്തിൽ അവര് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞൊന്ന് ഓർക്കാമോ? അത് ഇവര് പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള തെളിവുകൾ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇവര് പറയുന്ന ഓരോ വാക്കുകൾക്കും അത് ശരിയാണോ എന്ന് ഒരു ടീം അന്വേഷിച്ച് വെരിഫൈ ചെയ്തിരുന്നു. ശരിയാണോ, ഇവര് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണോ, ഇവരങ്ങനെ ചെയ്തിരുന്നോ, ആ പറഞ്ഞ ആളെ അന്നേരം തന്നെ വേറെ സ്ഥലങ്ങളിൽ ഇരുത്തി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പൊ തന്നെ ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല, ഇതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു. അപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ചും ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. പിന്നീട് അതിന്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലേക്കുള്ള അന്വേഷണം തെളിവെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ കൃത്യമായിട്ട് സഹകരിച്ചിരുന്നു. ആ സമയത്തൊക്കെ കൃത്യമായിട്ട് അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ പഴുതരത്തിലുള്ള അന്വേഷണമായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയ ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോനുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരമെന്ന് കരുതുന്ന സാക്ഷികളെ പോലും കണ്ടു ചോദിച്ചിരുന്നു. ഒരു തെളിവും ഇതിൽ വിട്ടുപോരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു എന്നാണ് സാധാരണ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളോട് അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുണ്ട് പെൺകുട്ടി. അത് ഒരു തവണ മാത്രമാണ് ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത്. ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് പോലും ഈ അന്വേഷണത്തെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും വേണ്ടിയിട്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് നിർത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസോൾ കുടിച്ചിട്ട് ചെയ്തതാണ്. അല്ലാത്ത സമയത്ത് പിന്നീട് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിലാണ്. കനത്ത പോലീസ് ബന്ദോബസ്തിലും വനിതാ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് പിന്നീട് ഗ്രീഷ്മ കഴിഞ്ഞത്. അത്തരത്തിൽ പിന്നീട് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഒരിടത്ത് പോലും ഗ്രീഷ്മയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഏതെങ്കിലും ഹോസ്പിറ്റലോ അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അത് ഇവർ വാദത്തിന് വേണ്ടി പറയുന്നതാണ്.
അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോയതെന്ന വാദം ഇന്നും ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് അവിടെ ഉണ്ടായിരുന്നു? ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല. ഈ ഷാരോൺ രാജിന്റെയും ഗ്രീഷ്മയുടെയും വീഡിയോ ചാറ്റ്സുകളും വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പരിശോധിച്ചാണ്. അതിലൊന്നും തന്നെ ഇത്തരം ഒരു ഫോട്ടോ പോലും നമുക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിവര് വെറുതെ പറഞ്ഞു. സാഹചര്യത്തിലായിരിക്കും ഈ കൊലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കൊലപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മറ്റുള്ള രീതിയിലുള്ള ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരോൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രതി ശ്രമിച്ചുവെങ്കിലും പട്ടാളക്കാരനായിട്ടുള്ള വിവാഹ നിശ്ചയം അതെ, വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരോൺ രാജുമായിട്ടും നിരന്തരം രാത്രിയിൽ 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് പട്ടാളക്കാരനായ പ്രതിശ്രുത വരനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി. ഈ ഒക്ടോബർ 14-ാം തീയതി ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഷാരോൺ കുടിച്ചു എന്നാണ് അവസാനമായിട്ട് പ്രതിഭാഗം വാദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഈ അന്വേഷണ സമയത്ത് ഗ്രീഷ്മ സമ്മതം നടത്തിയിട്ടുണ്ടോ? അതായത് ഷാരോണിന്റെ നിരന്തരമായിട്ടുള്ള ഇത്തരം ഈ ബ്ലാക്ക് മെയിൽ കാരണം ഈ ഒഴിച്ചു വെച്ച ജ്യൂസ് ഷാരോൺ കുടിച്ചു എന്നാണ് പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതായത് ഷാരോൺ രാജിനെ പാറശാലയിലെ വീട്ടിൽ നിന്നും വശീകരിച്ച് ചാറ്റിങ്ങിലൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. ഈ സമയത്തെന്നാ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഗ്രീഷ്മയ്ക്ക് അതങ്ങ് കുടിച്ചാ പോരെ. സാർ, ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഷാരോണിന്റെ സഹോദരൻ വളരെ ഗംഭീരമായി പോലീസ് സംഘത്തെ സഹായിച്ചിരുന്നില്ലേ തുടക്കം മുതൽ? അതൊന്ന് പറയാം. അതെ, ഷാരോൺ രാജിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഈ കഷായമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അയാള് ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം ഈ ഗ്രീഷ്മ പറഞ്ഞ ശരീരവേദനയ്ക്ക് ഉപയോഗിക്കുന്ന കഷായങ്ങൾ ഏതാണ്, അത് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് ഉപയോഗിച്ചാലുണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അന്വേഷണ സംഘത്തിന് കൈമാറി. കൂടാതെ ഗ്രീഷ്മയോട് നേരിട്ട് പലതവണ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് കഷായമാണ് നിങ്ങൾ കൊടുത്തത്, നീ ഏത് കഷായമാണ് ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്, ഇത് ഏത് കഷായമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഡോക്ടർമാര് തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഷാരോൺ രാജ് ചോദിക്കുന്നത്. ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ, അപ്പൊ അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ അതൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിന്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയുകയും ഇട്ടുകൊടുത്ത ബോട്ടിൽ മാറ്റി ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുകയും കാലി ബോട്ടിലിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുകയും അതിന്റെ ലേബൽ കാണിക്കും. അത് ലേബൽ കണ്ടാൽ കൃത്യമായിട്ട് ഏത് കഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുമ്പം അത് ലേബൽ ഇളകിപ്പോയി, അത് ലേബൽ കാണുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്തു. അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ ഷാരോൺ രാജ് മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു കേസ് സമീപകാലത്ത് എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് അറിയാമായിരുന്നു ഈ അന്വേഷണ ഘട്ടത്തിൽ? അന്വേഷണ ഘട്ടത്തിൽ അറിയില്ല.